ഹായ് ഓൾ. എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ 7th മൊഡ്യൂളായിട്ടുള്ള ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ബോഡി ആൻഡ് ദ സെക്ഷൽ ഓർഗൻസ് ദാറ്റ് വി ആർ ബോൺ വിത്ത് റെഫേഴ്സ് ടു പേഴ്സൺസ്. എന്തുവാണ്? നമ്മുടെ ഫിസിക്കൽ ബോഡി, സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഒരു പേഴ്സൻ്റെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സെക്സ് ആണല്ലേ? സെക്സ്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എന്താ ജെൻഡർ? അതിനൊപ്പം പഠിക്കേണ്ടതാണ് ജെൻഡർ. സെക്സും ജെൻഡർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ്. അതായത് നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനാണ്. ഒരാൾ ഇന്ന സെക്സിൽ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്ന പോലെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ അതാണ്, ആ എക്സ്പെക്റ്റേഷൻസ് ആണ് ജെൻഡർ എന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ ബിലീഫ് ഐഡിയ വിച്ച് മേ നോട്ട് ബി ട്രൂ. ഒരു ഐഡിയ അല്ലെങ്കിൽ ബിലീഫ് അത് ശരിയാവണമെന്നില്ല. ഓക്കെ, ശരിയാവണമെന്നില്ല എന്ന് പറയാം. അപ്പോൾ അതെന്തായിരിക്കും? സ്റ്റീരിയോ ടൈപ്പാണ്. നമുക്ക് കുറച്ച് മിഥ്യാധാരണകൾ കാണും. അത് കറക്റ്റ്, സത്യമോ മിഥ്യയോ എന്തോ ആയിക്കോട്ടെ, അത് കറക്റ്റ് ആവണമെന്നില്ല. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ബോയ്സ് ആർ ഓഫൺ ഡിസ്കറേജ്ഡ് ഫ്രം എക്സ്പ്രസിങ് ദെയർ ഡാഷ്. സാധാരണ ബോയ്സ്, ഇപ്പോൾ നമ്മൾ പറയും ആൺകുട്ടികൾ കരയില്ല എന്ന് പറയും അല്ലേ? അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ ഡിസ്കറേജ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതെന്തുവാ? ആൻസർ എന്തുവാ? ഇമോഷൻസ് ആണ്. തോട്ട്സ്, ഐഡിയാസ്, ജോയിനസ് ഒന്നുമല്ല. ഇമോഷൻസ്, വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അത് ഡിസ്കറേജ് ചെയ്യാറുണ്ട്. അതായത് ഈ പറഞ്ഞ സങ്കടം, അങ്ങനെയുള്ള കേസുകൾ. ഓക്കെ. ദെൻ നാലാമത്തെ, even though Ruba is highly efficient at her job, her manager gives most of the field travel related project to Ramesh. This can be an example of dash. എന്താണ്? രൂപ ഹൈലി എഫിഷ്യൻ്റ് ആണ് അവളുടെ ജോബിൽ. പക്ഷേ ട്രാവൽ റിലേറ്റഡ് ജോബ്സ് അല്ലെങ്കിൽ ഫീൽഡ് സർവീസ് അങ്ങനെ വരുന്ന കേസിൽ അവരുടെ മാനേജർ അവളെ അയക്കാതെ രമേശിനെ അയക്കും എന്ന് പറയുന്നത്. അത് എന്താണത്? ഇറ്റ് ഈസ് സ്റ്റീരിയോ ടൈപ്പ് അല്ലേ? അത് പൊതുവേ നമ്മൾ സ്ത്രീകൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതിൽ സമൂഹം ഒരു വിമുഖത കാണിക്കാറുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, അസീം വാണ്ട്സ് ടു ലേൺ ഡാൻസിങ് ആൻഡ് ചലഞ്ച് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡാഷ്. അസീം ഡാൻസ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു, പഠിക്കണം. എന്നിട്ട് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഡാൻസ് പഠിക്കാൻ പോകുന്നതെന്ന്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി, അത് ശരിയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇറിലീവൻ്റ് ആണോ, ഇമ്പോസിബിൾ ആണോ, ഓപ്പോസിറ്റ് ആണോ, ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? അപ്പോൾ ഡാൻസ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ബോയ്സിനും പഠിക്കാം. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഡാഷ് ക്യാൻ ലീഡ് ടു ഡിവിഷൻ ഓഫ് പീപ്പിൾ, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഫാമിലീസ്. എന്താണ്? അതായത് ഒരു മാറ്റി നിർത്തപ്പെടുക എന്ന് നമ്മൾ പറയൂലേ? ജനങ്ങളെ മാറ്റി നിർത്തുക, കമ്മ്യൂണിറ്റീനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഫാമിലീനെ മാറ്റി നിർത്തുക. ഇത് ലീഡ് ചെയ്യുന്ന ഡിവിഷൻ ഓഫ് എന്നാണ് ചോദിച്ചേക്കണേ. അതെന്തുവാണ്? ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും നമ്മൾ അല്ലേ? ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ക്യാൻ ലീഡ് ടു ഡിവിഷൻ ഓഫ് പീപ്പിൾ, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഫാമിലീസ്. അടുത്തത്, ഇൻ ഇന്ത്യ മോർ ഡാഷ് അണ്ടർ ദ ഏജ് ഓഫ് 5 do not get enough nourishment. ഇന്ത്യയിൽ ഏജ് ഓഫ് 5 താഴെയുള്ള കുട്ടികൾക്ക് നറിഷ്മെൻറ്റ് കിട്ടുന്നില്ല. ഏത് കാറ്റഗറിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഗേൾസ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ 5 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട രീതിയിൽ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ പോഷകം അങ്ങനെയുള്ളത് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഗേൾസ് ആണ് പറയുന്ന ആൻസർ കേട്ടോ. അടുത്തത്, ഡിസ്ക്രിമിനേഷൻ ക്യാൻ മേക്ക് എ പേഴ്സൺ ഫീൽ ഡാഷ്. എന്തുവാണ്? മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ, വിവേചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർ വീക്ക് ആവാനും ഡിസ്റ്റർബ്ഡ് ആവാനും ഡിവൈഡഡ് ആവാനും ഒക്കെ കാരണമാവും അല്ലേ? അപ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായി കിടക്കുന്നത് കേട്ടോ. ഡിസ്ക്രിമിനേഷൻ ക്യാൻ മേക്ക് എ പേഴ്സൺ ഫീൽ ഡിവൈഡഡ്, അതായത് ഡിവൈഡ് എന്ന് വെച്ചാൽ മുറിച്ച് മാറ്റപ്പെടുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഒരു മീനിങ് അതായിരിക്കാം. ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ. അടുത്തത്, ജൂലി ഈസ് ട്രീറ്റഡ് ഡിഫറൻ്റ്ലി ഡ്യൂ ടു ഹെയർ സ്കിൻ കളർ. It is
ഡാഷ് എന്തുവാണ് സ്കിൻ കളർ കൊണ്ട് ഒരാളെ മാറ്റി നിർത്തിപ്പെട്ടാൽ അത് ഡിസ്ക്രിമിനേഷനാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് അജ സേസ് വിമൻ ആർ ബെറ്റർ ടീച്ചേഴ്സ് ദാൻ മെൻ. സുനിത സ്റ്റോപ്സ് ഹെയർ ആൻഡ് സെഡ് ദാറ്റ് യു കനോട്ട് സേ സംതിങ് ലൈക്ക് ദാറ്റ്. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഈസ് എന്തുവാണ് വിമൻ എന്ന് പറയുന്നത് ബെറ്റർ ടീച്ചേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നു. അതെന്താണ് അത് ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതും ഡിസ്ക്രിമിനേഷനാണ്. നമ്മളെ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തിയാലല്ല, പുരുഷന്മാരെ മാറ്റി നിർത്തിയാലും അത് ഡിസ്ക്രിമിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്തത്